ചില സിനിമകൾ അങ്ങനെയാണ്. വലിയ ബജറ്റോ സ്റ്റാർ കാസ്റ്റോ ഉണ്ടാകില്ല, പക്ഷേ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയ്ക്കാൻ അതിന് സാധിക്കും. അത്തരത്തിലൊരു സിനിമയാണ് നവാഗതനായ അഭിഷൻ ജീവൻ ഒരുക്കിയ ടൂറിസ്റ്റ് ഫാമിലി. വെറുമൊരു ഫീൽ ഗുഡ് ചിത്രം എന്നതിനും അപ്പുറം ശക്തമായ ഒരുപാട് രാഷ്ട്രീയം സിനിമ സംസാരിക്കുന്നുണ്ട്. ശ്രീലങ്കയിലെ വിലക്കയറ്റം കാരണം ജീവിക്കാൻ ഗതിയില്ലാതെ ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ധർമ്മദാസന്റെയും കുടുംബത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. രാമേശ്വരത്ത് നിന്ന് ചെന്നൈയിലേക്ക് എത്തുന്ന ഈ കുടുംബത്തിന് പിന്നീട് നേരിടേണ്ടി വരുന്ന സംഭവങ്ങൾ കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആദ്യ സീൻ മുതൽ എന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നിടം വരെ സിനിമയുടെ മൊമെന്റം ഒരിടത്തും താഴുന്നില്ല. ഇമോഷണൽ സീനുകളും പൊട്ടിച്ചിരിപ്പിക്കുന്ന കൗണ്ടറുകളും വൺ ലൈനറിലൂടെ പറഞ്ഞു പോകുന്ന രാഷ്ട്രീയവും സിനിമയുടെ മാറ്റു കൂട്ടുന്നു. ഒപ്പം അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കുന്ന ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളും കൂടിയാകുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായി ടൂറിസ്റ്റ് ഫാമിലി മാറുന്നുണ്ട്. 25-കാരനായ അഭിഷൻ ജീവന്ത് ഈ സിനിമയെ സമീപിച്ച രീതി അഭിനന്ദനാർഹം തന്നെയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ക്രിഞ്ചെന്ന് കേൾക്കേണ്ടി വരുന്ന പല സീനുകളെയും എക്സിക്യൂട്ട് ചെയ്തത് അതിമനോഹരമായിട്ടാണ്. പല സീനുകളിലും പ്രേക്ഷകർ വല്ലാതെ ഇമോഷണൽ ആകുമ്പോഴേക്ക് അവിടെ നല്ല കിടിലൻ കൗണ്ടർ ഡയലോഗുകൾ കൊണ്ടുവന്ന് തിയേറ്ററുകളെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് വരുന്ന ബോംബ് സ്ഫോടനങ്ങൾ ഭരണാധികാരികൾ തന്നെ നടത്തിയതാകാമെന്ന് പറയുന്ന ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് തമിഴ് ജനത എക്കാലവും എതിർക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്ന മനുഷ്യത്വമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് പറഞ്ഞു വെക്കുന്ന ശക്തമായ സിനിമ തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി. നായകനായ ധർമ്മദാസനായി ഗംഭീര പ്രകടനമാണ് ശശികുമാർ കാഴ്ചവെച്ചത്. അയാളുടെ നിസ്സഹായാവസ്ഥയും ചെറിയ കാര്യങ്ങളിലെ സന്തോഷവും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. നായികയെത്തിയ സിമ്രാനും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമിഴ് സിനിമയിലെ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ താൻ തന്നെയാണെന്ന് തെളിയിക്കാൻ വെറും ഒരൊറ്റ ഡാൻസ് മാത്രം മതിയായിരുന്നു സിമ്രന്. ആവേശത്തിലൂടെ ശ്രദ്ധേയനായ മിഥുൻ തമിഴിലെ തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കി. നിതുഷൻ എന്ന കഥാപാത്രത്തിന്റെ എല്ലാ ഇമോഷനും മിഥുന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. തമിഴിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ മിഥുനെ തേടിയെത്തുമെന്ന് ഉറപ്പാണ്. ഇമോഷണൽ സീനിലൊക്കെ മിഥുന്റെ പ്രകടനം മികച്ചതായിരുന്നു. ഇളയ മകനായ മുള്ളി അവതരിപ്പിച്ച കമലേഷ്. ഈ സിനിമ കമലേഷിന്റേതാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഓരോ സീനിലും അതിഗംഭീര കൗണ്ടർ ഡയലോഗുകൾ കൊണ്ട് കമലേഷ് ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൈയടികൾ വാരിക്കൂട്ടുന്ന ഒരുപാട് ഡയലോഗുകൾ ഈ സിനിമയിൽ കമലേഷിന് ലഭിച്ചിട്ടുണ്ട്. 4 സീനുകളിൽ മാത്രം വന്നുപോകുന്ന യോഗി ബാബു വളരെ നല്ലൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഇളങ്കോ കുമരവേൽ എന്ന നടനെ തമിഴ് സിനിമ ഇനിയും ഉപയോഗിക്കാനുണ്ടെന്ന് ടൂറിസ്റ്റ് ഫാമിലി അടിവരയിടുന്നുണ്ട്. MS ഭാസ്കർ എന്തൊരു നടനാണെന്ന് അദ്ദേഹത്തിന്റെ സീനുകൾ കാണുമ്പോൾ തോന്നിപ്പോവും. കിട്ടിയ വേഷത്തോട് നീതി പുലർത്താൻ MS ഭാസ്കറിന് സാധിച്ചിട്ടുണ്ട്. കുറച്ച് സീൻ മാത്രമേ ഉള്ളൂവെങ്കിലും വളരെ നല്ലൊരു വേഷമായിരുന്നു ശ്രീജാരവിക്കും ലഭിച്ചത്. അവരിലെ നടിയെ വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്യിക്കാനുണ്ടെന്നതിന് തെളിവാണ് ടൂറിസ്റ്റ് ഫാമിലിയിലെ ഗ്രേസി. രമേശ് തിലകിന്റെ പോലീസ് വേഷവും മികച്ചതായിരുന്നു. നല്ല വേഷങ്ങൾ ലഭിച്ചാൽ താനും തിളങ്ങുമെന്ന് രമേശ് ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു. പേരറിയാത്ത വേറെയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ മനസ്സ് നിറയ്ക്കുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സംവിധായകനായ അഭിഷൻ അഭിനയിച്ച രംഗവും മനസ്സിൽ തട്ടുന്നതായിരുന്നു. ആദ്യ സിനിമ തന്നെ ഇത്രയും മികച്ച ഒന്നാക്കി മാറ്റിയതിൽ അഭിഷന് അഭിമാനിക്കാം. ഇനിയും ഇത്തരം സിനിമകൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഷോൺ റോൾഡന്റെ സംഗീതവും സിനിമയുടെ മൂഡിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഓരോ പാട്ടും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാക്കി മാറ്റാൻ റോൾഡന് സാധിച്ചു. ക്ലൈമാക്സിൽ വരുന്ന പാട്ട് അതിഗംഭീരമെന്നേ പറയാനാകും. അരവിന്ദ് വിശ്വനാഥന്റെ ക്യാമറയും ഭരത് വിക്രമിന്റെ എഡിറ്റിംഗും എല്ലാം സിനിമയെ കൂടുതൽ മികച്ചതാക്കി. സിനിമ അവസാനിക്കുമ്പോൾ സംവിധായകന്റെ പേരെഴുതി കാണിച്ച സമയത്ത് കിട്ടിയ കയ്യടികൾ ഈയടുത്ത് ലഭിച്ച ഏറ്റവും നല്ല സിനിമാനുഭവമായി മാറി. ഇതാണ് സിനിമയുടെ മാജിക് എന്ന് സംശയമേതുമില്ലാതെ പറയാം.